ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് 2 ചേരുവകൾ മതി. ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും BP കുറയ്ക്കുന്നതിനും വണ്ണം കുറയ്ക്കുന്നതിനും തൈറോയിഡ് ഉള്ളവർക്കും PCOD ഉള്ളവർക്കുമൊക്കെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ചെറുപയറിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട്. ഈ ചെറുപയർ ഒരു പാത്രത്തിലേക്കിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ച് 6 മുതൽ 8 മണിക്കൂർ വരെ സോക്ക് ചെയ്യാൻ വയ്ക്കണം. അതിനുശേഷം 1/2 കപ്പ് ഓട്സ് എടുത്ത് ഒരു ബൗളിലേക്കിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് 6 മുതൽ 8 മണിക്കൂർ വരെ സോക്ക് ചെയ്യാൻ വയ്ക്കുക. ഓട്സ് സോക്ക് ചെയ്യുന്നത് മൂലം ഓട്സിലുള്ള ഫൈറ്റിക് ആസിഡ് കുറയുകയും പോഷകങ്ങളുടെ ശരിയായ ആഗിരണം നടക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഓട്സ് സോക്ക് ചെയ്യുന്നത്. 8 മണിക്കൂറിന് ശേഷം ചെറുപയറിലെ വെള്ളം മാറ്റി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തത് ഓട്സ് ഒരു അരിപ്പയിലേക്കിട്ട് വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഹിമാലയൻ പിങ്ക് സാൾട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഉപ്പാണ് ഹിമാലയൻ പിങ്ക് സാൾട്ട്. അടുത്തതായി 3/4 കപ്പ് വെള്ളമൊഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ദോശമാവിൻ്റെ പരുവമായിരിക്കണം. ഈ മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. അരച്ചെടുത്ത ഉടനെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതാണ്. ദോശ ചുടുന്നതിനായി അയൺ തവയുണ്ടെങ്കിൽ അയൺ തവ ഉപയോഗിക്കുക. അയൺ തവയിൽ നിന്ന് അയൺ അബ്സോർപ്ഷൻ നമുക്ക് ലഭിക്കും. ഒരു തവി മാവ് ദോശ പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക. അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കുക. ഇനി അല്പം ഓയിൽ സൈഡിൽ ഒഴിച്ചു കൊടുത്ത് ദോശ എടുക്കാം. ഈ ഒരു ദോശയിൽ 47 കലോറിയും 2.3 ഗ്രാം പ്രോട്ടീനുമുണ്ട്. ഈ ദോശ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. പ്രോട്ടീൻ കൂടുതലുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. നേരത്തെ പറഞ്ഞ എല്ലാ അസുഖങ്ങളും കുറയ്ക്കുന്നതിന് ഇതുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി കഴിക്കാം. സാമ്പാറിൻ്റെ കൂടെയോ ചട്നിയുടെ കൂടെയോ ഇത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്